യൂട്യൂബിലൊക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ബ്രെഡും പാലും വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടൊരു റെസിപ്പി ആയിട്ട് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മളിതാ ഒരു ഗ്ലാസ്സിലേക്ക് 1/2 കപ്പോളം പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. പിന്നെ ഒരു ബൗളിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുത്ത് കുറച്ച് പാലും കൂടെ ചേർത്തിട്ട് കട്ടയില്ലാതെ ഒന്ന് മിക്സ് ആക്കി വെച്ചിട്ടുണ്ട്. ഇത് ചെയ്തെടുക്കാൻ ഭയങ്കര ഈസിയാണ് കേട്ടോ. നമ്മൾ ഏകദേശം 1.5 ടേബിൾ സ്പൂണോളം ബട്ടർ നമ്മൾ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അത് മെൽറ്റ് ആവുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ 2 പീസ് ബ്രെഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു ബട്ടർ വെച്ചിട്ട് ഒന്നിങ്ങനെ ടോസ്റ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതുപോലെ ചെയ്തിട്ട് 2 സൈഡും നമ്മൾ ഒന്നിങ്ങനെ മുരിച്ചെടുക്കുകയാണ്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ ബ്രെഡിൻ്റെ 2 സൈഡും ഒന്നിങ്ങനെ മുരിഞ്ഞിട്ടുണ്ട്. നടുക്ക് ഭാഗത്ത് നമ്മൾ ടോസ്റ്റ് ചെയ്തിട്ടില്ല കേട്ടോ. ഇനി നമ്മൾ നേരത്തെ പഞ്ചസാര വെച്ചിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു പാല് കുറേശ്ശായിട്ട് ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതിങ്ങനെ അബ്സോർബ് ആയിട്ട് ആ ഒരു ബ്രെഡ് ഇങ്ങനെ കുതിർന്ന് വരും കേട്ടോ. ഞാൻ 3/4 ഭാഗത്തോളം പാല് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു കസ്റ്റാർഡ് ഇതുപോലെ സൈഡിലും മേലെയായിട്ടൊന്നും ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പാല് ഈ കസ്റ്റാർഡിലേക്ക് ഒഴിച്ചിട്ട് അതും കൂടെ ഒന്ന് ഒഴിച്ച് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ആദ്യമേ നമുക്ക് ആ ഒരു കുറച്ച് പാലെടുത്തിട്ട് ആ ഒരു കസ്റ്റാർഡിലേക്ക് ഒന്നും കൂടെ ചേർത്തൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനത് വിട്ടുപോയി, ആദ്യം കസ്റ്റാർഡ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നിട്ട് നമ്മൾ ആ പാലും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് അപ്പോൾ നന്നായിട്ടൊന്ന് ഇങ്ങനെ അത് കുറുകി വരുമല്ലോ. എന്നിട്ട് നമ്മളിത് ഇതുപോലെ അത് എല്ലാ സൈഡിൽ നിന്നും ഒന്നിങ്ങനെ തിളച്ചിട്ട് കുറുകി വരുന്ന സമയത്ത് നമ്മൾ ആ ബ്രെഡിൻ്റെ മേലേക്കൊന്നിങ്ങനെ കംപ്ലീറ്റ് ആയിട്ടും ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മളുടെ ആ ഒരു വൈറൽ റെസിപ്പി നമ്മളിവിടെ ട്രൈ ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് പിസ്തയും കൂടെ വെച്ച് ഗാർണിഷ് ചെയ്തപ്പോൾ നല്ല രസമായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ആ ഒരു ബ്രെഡും പാലും അതുപോലെ കസ്റ്റാർഡും എല്ലാം കൂടെ ഇങ്ങനെ കുതിർന്നിട്ടുള്ള നല്ലൊരു ബ്രെഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ആ ഒരു ബട്ടറും കൂടെ ആയതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ പാനിൽ നിന്ന് എടുക്കുന്ന സമയത്ത് മുറിഞ്ഞു പോവാതെ ശ്രദ്ധിച്ചിട്ട് തന്നെ എടുക്കണേ. ഒരു പ്രത്യേക ഒരു ഡെസേർട്ടാണ് കേട്ടോ. കാരണം അതിൻ്റെ സൈഡ്സൊക്കെ ഇങ്ങനെ ബട്ടറായിട്ട് ഇങ്ങനെ മുരിഞ്ഞിരിക്കുക, പിന്നെ അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ ഒരു ക്രീമി ടെക്സ്ചർ ആയിട്ടാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എന്നിട്ട് അതുപോലെ തന്നെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഫീഡ്ബാക്സ് ഒക്കെ ഒന്ന് കമൻറ്റ് ആയിട്ട് അറിയിക്കുകയും ചെയ്യാം.